പുള്ളിക്കാരൻ ഈ കോൺക്രീറ്റ് പണിക്ക് കൊണ്ട് 10 വർഷമായിട്ട് പുള്ളി ഈ പണിയില്ല. പക്ഷേ പുള്ളിക്ക് സ്വന്തമായിട്ടൊരു വീട് പണിയാനെന്നുള്ള ധൈര്യമില്ല. അതായത് ചുമര് വയ്ക്കലും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യമായിട്ട് പുള്ളിക്കാരനൊരു വർക്ക് കിട്ടിയതാണ് ഒരു മോട്ടോർ ഷെഡ് കിട്ടാൻ. നമ്മൾ കണ്ടില്ലേ പഴയ കാലത്തൊരു മോട്ടോർ ഷെഡ്, മോട്ടോർ പോരാന്നൊക്കെ പറയും. ഈ വർക്കാണ് കിട്ടിയത്. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര ഹാപ്പി ആയി ഒരു വർക്ക് കിട്ടിയതല്ലേ എന്നുള്ളതിൽ. അതിനാകുമ്പോൾ ഇതിൻ്റെ ഉടമസ്ഥണ്ട് വർഗീസ് ചേട്ടൻ പുള്ളീനെ വർക്ക് ഏൽപ്പിച്ചു. കാലത്ത് ചായ ഒക്കെ ഏർപ്പാടാക്കി, സിമെൻറ്റും മറ്റുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി. അപ്പോൾ സിമ്പിളാണ് പണിയാൻ. 4 വശത്ത് പണിയാൻ വേണ്ട ഒരു ഡോറ് വയ്ക്കുക, അത്രേ ഉള്ളൂ. മേൽക്കൊരു ഷീറ്റ് എങ്ങാനും ഇടാം. ഒരു 4-4:30 ആകുമ്പോഴേക്കും പണി കഴിയും. കട്ടയും സിമെൻറ്റൊക്കെ ഏൽപ്പിച്ച് ഒരു 3:30-4 മണിയാകുമ്പോൾ വന്നു. ചുറ്റും നോക്കി ഫുൾ പണി കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ പുള്ളി ഇതെല്ലാം കട്ട വെച്ച് ഫുൾ സെറ്റ് ചെയ്തു. അതിനുള്ളിൽ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ അകത്തേക്ക് പോകുക, അതായത് ഡോറ് വയ്ക്കാൻ പുള്ളി മറന്നുപോയി. പുള്ളി അങ്ങനെ ചുറ്റും കഴിഞ്ഞു. അങ്ങനെ പുള്ളീനെ വിളിച്ച് ചോദിക്കുകയാണ്, അതെ നീ എവിടെയാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കിടക്കുക വെച്ചപ്പോൾ ആളകത്തെന്ന് പറയാം. ആ വർഗീസ് ചേട്ടൻ വന്നാ, ഞാൻ എങ്ങനെ പുറത്തേക്ക് കിടക്കാന്ന് വെച്ചിട്ട് ആലോചിച്ചിട്ടാണെങ്കിൽ കുറേ നേരമായിരുന്നു. ചാക്കോച്ചേട്ടൻ്റെ പഴയ അനിയത്തിപ്രാവിലൊക്കെ ആ സ്പ്ലെൻഡർ ഇറങ്ങിയൊരു കാലഘട്ടം ഓർമ്മയുണ്ട്. അപ്പോൾ അന്ന് എല്ലാ കോളേജ് പിള്ളേരെല്ലാം ഈ സ്പ്ലെൻഡറിലാണ് ഇഷ്ടം, ഇങ്ങനെ പറന്ന് അടിച്ചു പൊളിച്ചൊക്കെ പോകാനായിട്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഹെൽമറ്റ് ചെക്കിംഗ് ഒന്നുമല്ല പ്രധാനം, ലൈസൻസാണ്. എന്തെങ്കിലും പോലീസ് കൈ കാണിച്ചാൽ ഇത് മാത്രമേ വയ്ക്കൂ, ലൈസൻസും പിന്നെ ഇൻഷുറൻസും. അങ്ങനെ ഈ ബൈക്കിൽ ഇവൻ കോളേജിലേക്ക് പോയോണ്ടിരിക്കുമ്പോൾ പോലീസ് കൈ കാണിച്ചു, ലൈസൻസ് എവിടാ? അപ്പോൾ പുള്ളി ലൈസൻസ് എന്നൊക്കെ പറഞ്ഞ് തപ്പി. സാറേ എടുത്തിട്ടില്ലായിരുന്നു. എന്നാൽ പോയി വീട്ടിൽ പോയി എടുത്തിട്ട് പോകാം. അല്ല ഞാൻ ഇതേവരെ എടുത്തിട്ടില്ലായിരുന്നു. അപ്പം പുള്ളി അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞാൽ ഒരു കാര്യം ചെയ്തു, ഇവൻ കോളേജിലേക്ക് പോവുകയാണ്. അപ്പോൾ അർജൻറ്റ് സാറേ എന്തെങ്കിലും ഒന്ന് ശരിയാക്കണം. അപ്പോൾ പോലീസ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും, SI കണ്ട ഒരു 200 തന്നേക്കെന്ന് പറഞ്ഞു. പുള്ളി 200 കൊടുത്തു. എന്നാൽ വിട്ടോ പറഞ്ഞു. അപ്പോൾ ഇവനൊരു സംശയം, ഇനി ഇത് പോണ വഴിക്ക് അറിയാമല്ലോ, അപ്പോൾ അങ്കമാലിയിൽ നിന്ന് വരികയാണെങ്കിൽ ആലുവ ചിലപ്പോൾ ചെക്കിംഗ് ഉണ്ടാവും, പാലാരിവട്ടം ഉണ്ടാവും, അങ്ങനെ മഹാരാജാസ് എത്തണ വരെ പല സ്ഥലത്ത് ചെക്കിംഗ് ഉണ്ട്. അല്ല സാറേ ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് വേറെ പോലീസുകാർ വല്ലതും ചോദിച്ചാൽ എന്താ പറയുക? എടാ അതിനൊക്കെ ഞങ്ങളുടെ പോലീസുകാരുടെ ഇടയിൽ ഒരു കോഡുണ്ട്. അതെ എന്താണ്? നീ ഇനി ഏതെങ്കിലും പോലീസ് അടുത്ത ജംഗ്ഷനിൽ കൈ കാണിച്ചാൽ കിളി എന്ന് പറഞ്ഞാൽ മതി. അതെയോ? അപ്പോൾ നല്ലൊരു സംശയമായിട്ട് പുള്ളി ബൈക്ക് ഓടിച്ച് അങ്ങനെ പോകുമ്പോൾ ആലുവ എത്തിയപ്പോൾ പോലീസ് നിർത്ത് പറഞ്ഞപ്പോൾ പുള്ളി പേടിച്ചിട്ടൊക്കെ ഒരു ഊഹം വെച്ചിട്ട് സാറേ കിളി, കിളിയാണല്ലോ, വിട്ടോ അങ്ങനെ പോയി. അത് കഴിഞ്ഞ് അടുത്ത കളമശ്ശേരി കഴിഞ്ഞു. അപ്പോൾ അവിടെയും പോലീസ് കഴിഞ്ഞ പുള്ളി കിളി എന്ന് പറഞ്ഞു. കിളിയാണോ വിട്ടോ. അങ്ങനെ എല്ലാ ജംഗ്ഷനും കിളി എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ സുഖമായിട്ട് പോയി. പുള്ളി കോളേജിലെത്തി എല്ലാവരോടും പറഞ്ഞു, എടാ എനിക്കിനി ലൈസൻസും ഹെൽമെറ്റിനൊന്നും ആവശ്യമില്ല, പോലീസുകാരുടെ കോഡൊക്കെ ഞാൻ പഠിച്ചു, പോലീസ് കൈ കാണിച്ച് എന്താ പറയണത് എനിക്കറിയപ്പോൾ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം വേറെ കൂട്ടുകാരെയും വെച്ച് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ആദ്യം കൈ കാണിച്ച പോലീസുകാരനെ കൈ കാണിച്ചു. നേരത്തെ പറഞ്ഞ പുള്ളി സാറേ കിളി എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പുള്ളി ചേർത്ത് വന്നിട്ട് ഇന്ന് കാക്കാന്ന് കോഡ് മാറിയത്.